ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു വീട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഇത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഡി എർത്തിനെ സമീപിക്കണം? അതിന് മുന്നോടിയായിട്ട് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം അത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് ആധാരം. നമ്മൾ ടൈറ്റിൽ ഡീഡ് എന്ന് പറയും. ഒരു ഭൂമിയുടെ ഉടമസ്ഥാവകാശം നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഈ ആധാരത്തിനാണ്. അതുകൊണ്ട് തന്നെ അത് പരിശോധിക്കാതെ നമുക്കൊരു കച്ചവടമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതിൽ തന്നെ അസൽ ആധാരം അഥവാ ഒറിജിനൽ ഡീഡ് പരിശോധിക്കുക. കൂടാതെ 30 വർഷത്തെ മുൻ ആധാരവും പരിശോധിച്ച് ഉറപ്പുവരുത്തുക. രണ്ടാമത്തേത് എൻകംബറൻസ് സർട്ടിഫിക്കറ്റ്, നമ്മൾ ഈസി എന്ന് പറയും, അതായത് ബാധ്യതാ സർട്ടിഫിക്കറ്റ്. പേര് പോലെ തന്നെ നമ്മുടെ ഈ ഭൂമിയിൽ യാതൊരു തര ബാധ്യതകളും ഇല്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് ഇത് പരിശോധിക്കുന്നത്. നമുക്ക് സബ് രജിസ്ട്രാർ ഓഫീസിൽ ചെന്നാൽ ബാധ്യതാ സർട്ടിഫിക്കറ്റ് കിട്ടും. 30 വർഷത്തെയെങ്കിലും ബാധ്യതാ സർട്ടിഫിക്കറ്റും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അടുത്തത് പരിശോധിക്കേണ്ടത് ലാൻഡ് ടാക്സ് റെസിപ്റ്റ് ആണ്, അതായത് കരമടച്ച റെസിപ്റ്റ്. ഇത് നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് തന്നെ കിട്ടുന്നത്. പിന്നെ ഈ കരമടച്ച റെസിപ്റ്റ് എടുക്കുമ്പോൾ അതിൽ ഉടമസ്ഥന്റെ പേരും ഭൂമിയുടെ വിസ്തീർണവും ഒക്കെ കൃത്യമാണെന്ന് നമ്മളൊന്ന് പരിശോധിച്ചേക്കണം. പിന്നെ മാത്രമല്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ തന്നെ റെസിപ്റ്റ് ആണ് നമ്മൾ കൈപ്പറ്റുന്നതെന്നും കൂടെ ശ്രദ്ധിക്കണം. അടുത്തത് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ആണ്, അഥവാ പൊസഷൻ സർട്ടിഫിക്കറ്റ്. ഇത് നിലവിൽ ഈ ഭൂമി ആരാ കൈവശം വെച്ചെടുക്കുന്നതെന്ന് വില്ലേജ് ഓഫീസ് സർട്ടിഫൈ ചെയ്യുന്ന രേഖയാണ്. നമുക്ക് ബാങ്ക് ലോണൊക്കെ ആവശ്യം വരുമ്പം ഇത് കൂടിയേ തീരും. വില്ലേജ് ഓഫീസിലെ റെക്കോർഡുകളിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കാണെന്ന് വ്യക്തമാക്കുന്ന രേഖയാണ് തണ്ടപ്പേർ. ഈ രേഖയിലുള്ള ഭൂമിയുടെ വിസ്തീർണവും നമ്മുടെ ആധാരത്തിലെ വിസ്തീർണവും ഒന്ന് തന്നെയാണെന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട്. അടുത്തത് ലൊക്കേഷൻ സ്കെച്ച്. നമ്മൾ വാങ്ങിക്കുന്ന വസ്തുവിൻ്റെ സ്ഥാനവും അതിരും നിർണ്ണയിക്കുന്ന രേഖ. ഇത് നമുക്ക് വില്ലേജ് ഓഫീസിൽ ചെന്നാൽ കിട്ടുമെന്ന് പറഞ്ഞാൽ വെറുതെ ഓഫീസിലോട്ട് ഓടിക്കയറി ചെന്നാൽ കിട്ടത്തില്ല കേട്ടോ. നമ്മൾ ഇതിന് വേണ്ട ആപ്ലിക്കേഷനൊക്കെ നേരത്തെ കൊടുക്കണം. ഇതൊക്കെ അണ്ടർസ്റ്റുഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്നത്. അതേസമയം നിങ്ങളൊരു വീടാണ് ഇപ്പോൾ വാങ്ങിക്കുന്നതെങ്കിൽ അതിൻ്റെ ബിൽഡിംഗ് പെർമിറ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കണം. അതായത് ആ വീട് ഇരിക്കുന്ന സ്ഥലത്തെ തദ്ദേശ സ്ഥാപനത്തിൻ്റെ, അതായത് പഞ്ചായത്താണ് പഞ്ചായത്ത്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയാണ് മുനിസിപ്പാലിറ്റി, ഇതിൻ്റെ കൃത്യമായ അപ്രൂവൽ കിട്ടിയ ശേഷം നിർമ്മിച്ചതാണോ ഈ കെട്ടിടമെന്ന് നമ്മൾ ഉറപ്പായിട്ടും പരിശോധിച്ചിരിക്കണം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങൾ വാങ്ങിക്കുന്ന ഭൂമി നിലമാണോ പുരയിടമാണോ എന്ന് ആദ്യം തന്നെ ഉറപ്പാക്കണം. നമ്മൾ ആധാരത്തിലുള്ള റോഡൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. പിന്നെ ആ റോഡിൽ ഈ ഉടമയ്ക്ക് അവകാശം ഉണ്ടോ എന്നും കൂടെ ഉറപ്പാക്കണം. ഇടപാട് നടത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു മികച്ച വക്കീലിനെ കണ്ട് അല്ലെങ്കിൽ ഒരു ആധാര എഴുത്തുകാരനെ കണ്ട് ഒരു ലീഗൽ ഒപ്പീനിയൻ കൂടെ എടുത്തോളൂ. ഇനിയാണ് ഞാൻ ആദ്യം ചോദിച്ച നിങ്ങൾ എന്തുകൊണ്ട് ഡി എർത്തിനെ സമീപിക്കണം എന്നുള്ളതിൻ്റെ ഉത്തരം. ഞാൻ ഈ പറഞ്ഞ ഈ രേഖകളെല്ലാം കൃത്യമായി പരിശോധിച്ച്, ഇത് കൂടാതെ ഈ സ്ഥലത്ത് വെള്ളം കിട്ടുമോ, ഇവിടെ പാറയുണ്ടോ, ഇതൊക്കെ അറിയാനുള്ള ജിയോളജിക്കൽ സർവേ വരെ നടത്തി ഒരു നൂലാമാലയും ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഞങ്ങളൊരു വസ്തു നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ണടച്ച് വിശ്വസിച്ച് ഞങ്ങളെ സമീപിക്കാം. വീടൊരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്ക് നിങ്ങളുടെ കൈപിടിക്കാൻ ഞങ്ങൾ വിശ്വസ്തയോടെ എന്നും കൂടെ ഉണ്ടാകും. ഡി എർത്ത് റിയൽറ്റേഴ്സ്.